മറച്ചുപിടിക്കാൻ വീണ്ടും ഇന്ത്യക്കെതിരെ വ്യാജ ആരോപണങ്ങളുമായി പാകിസ്ഥാൻ. പിഒകെയിലെ സൈനിക ക്രൂരതകൾക്കെതിരെയും ഭരണകൂടത്തിന്റെ ക്രൂരമായ ചൂഷണങ്ങൾക്കെതിരെയും പ്രാദേശിക ജനവിഭാഗങ്ങൾ നടത്തുന്ന വൻ പ്രക്ഷോഭങ്ങളെ തിരിച്ചുവിടാനാണ് ഭാരതം ഡിജിറ്റൽ പ്രചരണം നടത്തുന്നുവെന്ന പുതിയ ആരോപണവുമായി ഇസ്ലാമാബാദ് രംഗത്തെത്തിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ വാർത്താ വിതരണ മന്ത്രി അത്താവുള്ള തരാർ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇന്ത്യൻ ബന്ധം ആരോപിച്ച ഒരാളെ അറസ്റ്റ് ചെയ്തതായി അവകാശപ്പെട്ടത്. പാകിസ്ഥാൻ ഭരണകൂടത്തിനും ഭീകരതയെ പോറ്റുന്ന സൈന്യത്തിനുമെതിരെ സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചരണം നടത്താൻ ഭാരതത്തിൽ നിന്ന് പണം ലഭിച്ചുവെന്നാണ് പാക് മന്ത്രിയുടെ അടിസ്ഥാനരഹിതമായ വാദം. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബോട്ട് നെറ്റ്വർക്കിംഗുകൾ ഉപയോഗിച്ച് സർക്കാരിനെതിരെയും സൈന്യത്തിനെയും വിമർശിക്കുന്ന ഉള്ളടക്കങ്ങൾ പ്രചരിക്കുന്നുവെന്നും ഇതിനായി വാട്സ്ആപ്പ് സന്ദേശങ്ങളും സാമ്പത്തിക ഇടപാടുകളുടെ സ്ക്രീൻഷോട്ടുകളും കണ്ടെത്തിയെന്നും പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. പിഒകെയിൽ അവകാശങ്ങൾക്കായി പൊരുതുന്ന ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിക്ക് അനുകൂലമായി പ്രചരണം നടത്തിയെന്നാണ് പാക് പോലീസ് ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. എന്നാൽ പിഒകെയിലെ സമാധാന കക്ഷികളായ ജനങ്ങൾ ജനകീയ അവകാശങ്ങൾക്കായി നടത്തുന്ന പ്രക്ഷോഭങ്ങൾക്ക് ഭാരതത്തെ പഴിചാരി രക്ഷപ്പെടാനുള്ള പാകിസ്ഥാന്റെ തന്ത്രം വില പോകില്ലെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ നടത്തുന്ന സാമ്പത്തികവും ഭരണപരവുമായ ചൂഷണവും ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളുമാണ് പിഒകെയിലെ ജനങ്ങളെ തെരുവിലിറക്കിയതെന്ന് ഭാരത വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം പരാജയങ്ങളും ഭീകര ഭരണകൂടത്തിന്റെ നിഷ്ഠൂരതകളും ഒളിപ്പിച്ചു വെക്കാൻ ഭാരതത്തിന്റെ പേര് ദുരുപയോഗം ചെയ്യുന്നത് പാകിസ്ഥാന്റെ സ്ഥിരം ശൈലിയെന്നാണ് ഭാരതം തുറന്നടിച്ചത്. പാക് അധീന കാശ്മീരിൽ പാകിസ്ഥാൻ സൈന്യവും പോലീസും നിരപരാധികളായ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ വൻതോതിൽ അടിച്ചമർത്തലുകളും ക്രൂരതയും അഴിച്ചുവിടുകയാണെന്നും ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ചും ഭക്ഷ്യവസ്തുക്കൾ തടഞ്ഞും ജനങ്ങളെ ദ്രോഹിക്കുകയാണെന്നും അന്താരാഷ്ട്ര സമൂഹം തിരിച്ചറിയുന്നുണ്ട്. വൻ ജനകീയ പ്രതിഷേധം ഭയന്നു വിറയ്ക്കുന്ന പാകിസ്ഥാൻ സ്വയംകൃത അനർത്ഥങ്ങൾക്ക് ഭാരതത്തെ കുറ്റപ്പെടുത്തുന്ന നാടകം ആഗോളതലത്തിൽ വീണ്ടും നാണം കെടുത്തിയിരിക്കുകയാണ്. പിഒകെയിലെ നിഷ്കളങ്കരായ ജനങ്ങളുടെ രോക്ഷത്തിൽ തടയിടാൻ ഇസ്ലാമാബാദിന്റെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്ക് കഴിയില്ലെന്നാണ് വിദേശ വിദഗ്ധരും വ്യക്തമാക്കുന്നത്. അതേസമയം അതിർത്തി കടന്ന ഒരു സാഹസത്തിന് പാകിസ്ഥാൻ മുതിർന്നാൽ ചിന്തിക്കാനാവാത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് സംസാരിക്കവെയാണ് രാജ്നാഥ് സിംഗിന്റെ മുന്നറിയിപ്പ് വന്നത്. പാക് അധിനിവേശ കാശ്മീരിൽ അല്ലാതൊരു വിഷയത്തിലും പാകിസ്ഥാനുമായി ചർച്ചയ്ക്കില്ലെന്നും പാകിസ്ഥാന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് ചർച്ച ചെയ്യാമെന്നും ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത്. പാക് അധിനിവേശ കാശ്മീരിൽ മാത്രമല്ലാതെ മറ്റൊന്നിലും പാകിസ്ഥാനുമായി ചർച്ചയ്ക്കില്ല. ഭീകരവാദം വളർത്തുന്നവരുടെ ഗതി എന്താകുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ കാണിച്ചു തന്നതാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു. ഇന്ത്യ ഏത് സമയത്തും സുസജ്ജരാണെന്നും സൈനികവും രാഷ്ട്രീയവുമായും ദിനം പ്രതി കരുത്താർജിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.